CMRL വിവാദത്തിൽ അന്വേഷണം തുടങ്ങി SFIO. ആലുവയിലുള്ള CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIO പരിശോധന നടത്തുകയാണ്. രാവിലെ 9 മണിക്കാണ് പരിശോധന തുടങ്ങിയത്. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ SFIO വ്യക്തത വരുത്താനായി ഈ പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്? സുജയ, രാവിലെ 9 മണിയോടുകൂടിയാണ് CMRLന്റെ ആലുവയിലെ ഈ ആസ്ഥാനത്ത് SFIO അന്വേഷണ സംഘം എത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നിലവിൽ കൊച്ചിയിലെ ആലുവയിലെ CMRLന്റെ ആസ്ഥാനത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് SFIO പരിശോധിക്കുന്നത്. SFIOയ്ക്ക് അന്വേഷണം കൈമാറിയ ശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് ഇവിടെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നിലവിൽ ഇവിടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായും കേസ് നേരത്തെ അന്വേഷിച്ച ROC യൂണിറ്റുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SFIOയുടെ അന്വേഷണം. മുൻപ് ഈ കേസ് അന്വേഷിച്ച ROC യൂണിറ്റുകൾ, കൊച്ചി യൂണിറ്റും അതുപോലെ ബാംഗ്ലൂർ യൂണിറ്റും ഈ എക്സാലോജിക്കും അതുപോലെ CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ മണി ലോണ്ടറിംഗ് അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SFIO സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. 8 മാസമാണ് അന്വേഷണത്തിനായി SFIOയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ആരംഭം കുറിച്ചെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും 9 മണിക്ക് തുടങ്ങിയ പരിശോധന നിലവിൽ ആലുവയിലെ CMRL ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. സുജയ, ആദ്യഘട്ട പരിശോധന അത് നടക്കുന്നത് ഇപ്പോൾ CMRL ഓഫീസിലാണ് എന്ന് വേണോ കരുതാൻ? കാരണം ഇവിടെ നിന്ന് കണ്ടെടുക്കേണ്ട രേഖകളടക്കമുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്ര അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ രേഖകൾ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയടക്കം ഈ ആദ്യഘട്ട പരിശോധനയിൽ ലക്ഷ്യമിടുന്നുണ്ടോ അലി? തീർച്ചയായും സുജയ, ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം നടത്തിയത് ROC യൂണിറ്റുകളായിരുന്നു. ROCയുടെ ബാംഗ്ലൂർ യൂണിറ്റും അതുപോലെ കൊച്ചി യൂണിറ്റും അന്വേഷണം നടത്തി. ആ റിപ്പോർട്ടിലാണ് ഈ CMRലും അതുപോലെ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്, ഒരു സേവനത്തിന് നൽകിയ സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വിവരം പരാമർശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മണി ലോണ്ടറിങ്ങും അതുപോലെ ഇല്ലാത്ത കമ്പനികൾ, പേപ്പർ കമ്പനികൾ, ഷെൽ കമ്പനികൾ രൂപീകരിച്ച് നടത്തുന്ന തട്ടിപ്പിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പും നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നതാണ് SFIOയുടെ ലക്ഷ്യം. SFIO അതിനപ്പുറത്തേക്ക് ROC യൂണിറ്റുകളുടെ അന്വേഷണത്തിനപ്പുറത്തേക്ക് പുതിയ അന്വേഷണമാണ് SFIO നടത്തുന്നത്. എന്തായാലും 9 മണിക്കാണ് കൊച്ചിയിലെ ആസ്ഥാനത്ത്, ഈ CMRL ആസ്ഥാനത്ത് പരിശോധന ആരംഭിച്ചത്. SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റാണ്, അന്വേഷണ സംഘമാണ് രാവിലെ 9 മണിയോടുകൂടി കൊച്ചിയിലെ CMRL ആസ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ അന്വേഷണം, പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സുജയ, ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് ആലുവയിൽ നിന്ന്.